അപ്പം അവർ ഒരു നേഴ്സായിരുന്നു അവിടെ. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഒരു ഫാർ റിലേഷനായിരുന്നു അത്. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ ചെല്ലേണ്ട സ്ഥലത്തല്ല ചെന്നുപെട്ടത്. പിന്നെ അവർ വിസ നോക്കി, അതിനകത്ത് പോസ്റ്റ് ബോക്സ് നമ്പറുണ്ട്, ഒരു സ്റ്റേഷനറി കടയിലായിരുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ബോക്സിൽ അവർ ലെറ്റർ ഇട്ടു. ആ ലെറ്റർ എന്തായാലും കിട്ടാൻ 2-3 ദിവസം എടുക്കും. അപ്പം ആ വീട്ടിൽ ചിക്കൻ കറിയൊക്കെ, അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ ചിക്കനൊക്കെ ഇങ്ങനെ കിട്ടുമോ നല്ലോണം. അപ്പം അന്നൊക്കെ ഒരു ആകാംക്ഷയായിരുന്നു ചിക്കൻ കറിയൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക. അങ്ങനെ 1-2 ദിവസം അവിടെ കിടന്നുറങ്ങി, അവിടുത്തെ ഹാളിൽ ഉറങ്ങി. 3-ാം ദിവസം ടെലിഫോൺ, അന്ന് ലാൻഡ് നമ്പർ ഉണ്ടായിരുന്നു, ലാൻഡ് നമ്പറിലേക്കൊരു ഫോൺ വരുന്നു. എനിക്ക് വിസ തന്ന് മമ്മൂക്ക എന്ന് പറയും, അദ്ദേഹം വിളിച്ചു. അപ്പം എവിടെയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ടാക്സിക്ക് എന്നെ കയറ്റിയിട്ട് വിടുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് പുനീഷ്യ ഹോട്ടലിൻ്റെ പുറകിൽ, അൽ നാസർ സ്ക്വയറിൽ പുനീഷ്യ ഹോട്ടലിൻ്റെ പുറകിലായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ കണ്ടപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാതൊരു ദുഃഖം തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വിചാരം നമ്മളെ കൊണ്ടുവന്ന ആൾ വലിയ ഉദ്യോഗസ്ഥരായിരിക്കുന്നൊക്കെയല്ലേ. അദ്ദേഹം ഒരു കാറ് കഴുകുന്ന സാധാരണ ഞങ്ങൾ പഠനക്കാടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയ, ആ റൂമിൽ എന്നെ ഒരു കൊണ്ടുപോയ റൂമിൽ 8 പേരും കണ്ടിട്ട് അവരെല്ലാവരും കാറ് കഴുകുന്നവരാണ്. കാറ് കഴുകുന്ന വെച്ചാൽ രാവിലെ അവരൊരു തുണിയും ബക്കറ്റുമായിട്ടൊക്കെ ഇങ്ങനെ റോഡുകളിൽ നിൽക്കും. എനിക്കത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നി, ഇപ്പം ഇച്ചിരി പരിഷ്കരിച്ചിട്ടായിരിക്കും. അങ്ങനെ അവർ ഒരു കാറ് കഴുകുന്നതിന് ഇത്ര പൈസ അവർ ചാർജ് ചെയ്യും. അപ്പോൾ അതിനിടയ്ക്ക് പോലീസുകാർ വരുമ്പം അവർ ബക്കറ്റും ഒക്കെ എടുത്തോടും. ഇങ്ങനെ ഒരു ലൈഫുള്ള ഒരു റൂമിലേക്കായിരുന്നു എന്നെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു AC ഒന്നും ഇല്ലാത്തൊരു മുറി അല്ലേ. അപ്പം അടുത്ത കഥ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതുവരെ സീ യു. നിങ്ങളെല്ലാവരും എൻ്റെ എപ്പിസോഡ് കാണുക. ഓക്കെ, റൈറ്റ്. ഓക്കെ, താങ്ക് യു.